दूसरा फाइल दे दो. ഡാ അവനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. നീ വണ്ടി കയറടാ. ഫോൺ ആരാ? ആ ഹലോ. ഹലോ, ആ ഞാനാടാ. നീ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലായിരുന്നു. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റഞ്ഞ. എന്താ കാര്യം പറ. കിഷോറേ, നമ്മളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവരെ ഞങ്ങൾ പൊക്കിടാ. അതെയോ? എന്നിട്ടെന്താ, കൊടുത്തു ഞങ്ങള്. ഇടിച്ചവന്മാരെ പരിപ്പെടുത്തില്ലേ? എന്തായാലും നിങ്ങൾ അവന്മാരെ കണ്ടുപിടിച്ചല്ലോ. കൺഗ്രാജുലേഷൻസ്. എനിക്കിപ്പോഴും ആശ്വാസമായത്. എടാ, കൊലപാതകയെ മാത്രമേ പോലീസ് പിടിച്ചിട്ടുള്ളൂ. ആ സ്വർണം പണം അടങ്ങുന്ന ബാഗ് എടുത്തത് ആരാണെന്ന് അറിയില്ല. ആ കേരളത്തിൽ എന്തോരം മോഷണ കേസുകളാ തെളിയാതെ കിടക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇതുമായി. ഏതായാലും നമ്മുടെ തലവേദന ഒഴിഞ്ഞു. ആ പിന്നെ നീ ഇനി എപ്പോഴാ അവിടെ നിന്ന് ഇങ്ങോട്ട്? ഇനിയിപ്പോഴൊന്നും ഉണ്ടാവില്ലടാ. ഓക്കേടാ, അപ്പം ഞാൻ വിളിക്കാം. ശരി, ബൈ. ഹലോ 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 ഹലോ. എടാ, ഞാൻ കിഷോറാ. നീ എന്താ രാവിലെ തന്നെ? നിനക്കറിയോ? എനിക്കറിയാം. എടാ, നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കളല്ലേ? അതെ. നിനക്ക് എന്താടാ? എടാ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് കാശുണ്ടാക്കണമെന്നുള്ളതാ. ഒരു വലിയ പണക്കാരനാവണം. അതിനിപ്പോൾ എന്താ? നിനക്ക് നല്ലൊരു ജോലിയില്ലേ? അതുകൊണ്ടൊന്നും പോരാ, ഇനിയും ഉണ്ടാക്കണം. ഒരുപാട്. ആര് കണ്ടാലും കേട്ടാലും കണ്ണു തള്ളുന്ന രീതിയിൽ. നീ ആവണം. അതിനുവേണ്ടിയാടാ ആ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ക്യാഷും ഗോൾഡും അടങ്ങുന്ന ബാഗ് ഞാൻ എടുത്തത്. എന്താ പറഞ്ഞേ? അതേടാ, ഞാനാണ് അന്ന് രാത്രി ആ വീട്ടിൽ നിന്ന് ക്യാഷ് എടുത്തത്. എടാ കിഷോറ, നീ എടാ പട്ടി, എന്നിട്ട് നീ അത് ഇപ്പോഴാണോ പറയണത്? അത് പിന്നെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നിയില്ല. പിന്നെ എന്തിനാ ഇപ്പോ? അതല്ലടാ, ആ ബാഗ് എടുത്തോ. ആ ബാഗിലുള്ള മുഴുവൻ നീ എടുത്തോ. അതുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. എടാ മനു, ഞാനൊന്ന് പറയട്ടെ. നീയൊരു കോപ്പ് പറയണ്ട. നീയുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇതോടെ ഇവിടെ തീരുക. എടാ, നീ വിചാരിക്കുന്ന പോലെ ആ ബാഗ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അത് നിന്റെ മുറിയുടെ കട്ടിലിന്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. മനു, ഹലോ മനു. എടാ ഹലോ. എടാ മനു, ഞാൻ പറയുന്നത് കേക്ക്. മാറിക്കടാ. സാർ, ഞങ്ങളല്ല സാർ. കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. ഇങ്ങോട്ട് മാറിക്കടാ. ഇങ്ങോട്ട് മാറിക്കടാ. സാറുള്ള സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാം. ആ സാധനം എന്റെ കട്ടിലിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. എന്റെ ഭാര്യ നിന്റെ കട്ടിലിന്റെ അടിയിൽ വരെ എത്തിച്ചു അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അത് പിന്നെ കട്ടിലിന്റെ അടിയിൽ വെച്ചത് ഇതല്ല. സാറേ, ഉമ്മാരെ വെറുതെ വിടരുത്. എന്റെ ജീവിതമാണ് ഉമ്മാർ ഇല്ലാതാക്കിയത്. എന്നെ പൊട്ടനാക്കാൻ നോക്കല്ലേ? അയാൾ പറഞ്ഞു നോണയാണ് സാർ. അയ്യോ സാറേ, ഇയാൾ പറഞ്ഞ പോലെ ഇയാളുടെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലല്ലേ? കളിക്കണം. സാർ, ഇദ്ദേഹത്തിന്റെ വൈഫാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. വരാൻ
വരാൻ പറ. സാർ സാർ നിർത്ത്. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണോ? അതെ സാർ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പള്ളി പോയതാ. ഭർത്താവിനോട് പറയാതെയോ? സാറേ, ചേട്ടനോട് പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളായിട്ട് ഞാൻ എവിടെ പോയാലും സംശയത്തിന്റെ കണ്ണുമായിട്ട് എന്റെ പിന്നാലെ ഉണ്ടാവും. നീ അത്ര വലിയ പതിവ്രതയൊന്നും ആകണ്ട. ഇവരെ അറിയില്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എന്റെ സാറേ, എനിക്ക് ഇവരെ അറിയാം. പക്ഷെ എന്റെ ചേട്ടൻ പറയുന്ന തരത്തിലുള്ള യാതൊരു ബന്ധവും ഇവരുമായിട്ട് എനിക്കില്ല. സാറ് കേട്ടില്ലേ? ഇതൊക്കെ ഇയാളുടെ സംശയരോഗമാണ്. അതെ അതെ. സംശയരോഗം നിന്റെ എടാ, ഇത് പോലീസ് സ്റ്റേഷനാ. മുതലാളിയുടെ ഭാര്യ പാവമാണ്. മുതലാളി വെറുതെ സംശയിക്കുക. താനാരാണോ? ഞാൻ മുതലാളിയുടെ കടയിൽ പണിക്കുന്ന ആളാ. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാനാ കൊച്ചമ്മോട് പറഞ്ഞേ. ഇയാൾക്ക് ഒരു സംശയരോഗമാണ് സാറേ. സാറേ, ഇവനെ വിശ്വസിക്കരുത്. ഇവൻ നിക്കണ നിപ്പിന് മറുകടം ചാടും. പെങ്ങളെ വീട്ടിലേക്ക് ചെല്ല്. ചേട്ടൻ പുറകെ വരും. അപ്പൊ സാർ ഞങ്ങള് എടാ, നിനക്കൊക്കെ അകത്ത് കിടക്കണോ? നേരെ പോടാ. പോയിക്കോളാം. പോടാ പോടാ. എന്നാ ഞാനും അങ്ങോട്ട്. സാറ് പോവാൻ വരട്ടെ. ഞാനൊരു ചെറിയ മരുന്ന് തരാം. നമുക്ക് ഈ രോഗം മാറ്റണ്ടേ? നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ആ ബാഗ് എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാ? എടാ, നമുക്ക് ആ ബാഗ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുള്ള കാര്യം മുഴുവൻ തുറന്നു പറഞ്ഞാലോ? നിനക്കെന്താ തലയ്ക്ക് വട്ടുണ്ട? ആ ബാഗുമായിട്ട് സ്റ്റേഷനിൽ പോയാലേ കിഷോർ മാത്രമല്ല നമ്മളിവിടെ എത്തുപോകും. ഇനിയിപ്പം നമ്മൾ എന്താടാ ചെയ്യാ? നമുക്കത് എവിടെയെങ്കിലും കൊണ്ട് കളയാം. കളയാനാ? ആ. ഇത്രയും സ്വർണ്ണവും ക്യാഷ് എല്ലാം കൂടി? പിന്നല്ലാതെ നമുക്ക് എടുക്കാനാ? പിന്നെ എന്താടാ ചെയ്യാ? ആ. ഡാ, ഈ ക്യാഷ് നമുക്കെടുത്താലോ? നിരപരാധിത്വം തെളിയിക്കാൻ നോക്കിയാല് ചിലപ്പോ നമ്മൾ കുടുങ്ങും. ഇതെന്തായാലും നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണ്ടാ മതിയടാ. എന്നാ പിന്നെ നമുക്കെടുക്കാലടാ അത്. എന്നോ വേണം.